മകരവിളക്കടുത്തതോടെ സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്നു. സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വാമിമാരാണ് ഏറെയും എത്തുന്നത്. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കും എന്നാണ് വിലയിരുത്തൽ. സന്നിധാനത്ത് നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല സന്നിധാനത്ത് ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ 3-4 ദിവസമായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കൃത്യമായ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും തിരക്ക് ചില സമയങ്ങളിലൊക്കെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആയി മാറുന്നുണ്ട്. കാരണം മകര വിളക്കിനോടനുബന്ധിച്ചുള്ള ഒരു തിരക്ക് കൂടിയാണ്. കഴിഞ്ഞ ദിവസം 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകളായിരുന്നു സന്നിധാനത്തേക്ക് എത്തിയിരുന്നത്. അതായത് ഈ വർഷത്തെ ഏറ്റവും വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. ഇന്നും അത്തരത്തിലുള്ള തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദർശനത്തിനായി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ തന്നെയാണ് എത്തുന്നത്, സ്വാമിമാർ തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി സ്വാമിമാർ എത്തുന്നുണ്ട്. നേരത്തെ കേരളത്തിൽ നിന്നുള്ള സ്വാമിമാർ നേരത്തെ തന്നെ ദർശനം നടത്തി അവർ മടങ്ങിയിരുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ സ്വാമിമാർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അയൽ സംസ്ഥാനത്ത് നിന്നും ആണ്. ഇതിനിടെ മകരവിളക്കിനോടനുബന്ധിച്ച് നിരവധി ഭക്തർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മരക്കൂട്ടത്തിൽ നിന്നെല്ലാം തന്നെ കൃത്യമായി തന്നെ നിയന്ത്രണം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അടക്കം കൃത്യമായി തന്നെ അത് നടപ്പാക്കാൻ കഴിയുന്നുണ്ട്. കാരണം മുൻപ് തുടക്കത്തിൽ ചെറിയ താളപ്പിഴകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം പരിഹരിച്ച് കൂടുതൽ ഭക്തർ എത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് കൃത്യമായി തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ഭക്തർക്ക് ദർശനം ഒരുക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മകരവിളക്കിനോട് അനുബന്ധിച്ച് കൂടുതൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള മറ്റ് അവലോകന യോഗങ്ങളും മറ്റും വരും ദിവസങ്ങളിലൊക്കെ തന്നെ നടക്കും. ഇന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സന്നിധാനത്ത് പമ്പയിൽ എത്തിയിരുന്നു. ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവലോകന യോഗം നടത്തിയിരുന്നു. മകരവിളക്കിനോടനുബന്ധിച്ച് ഏകദേശം 900-ഓളം കൂടുതൽ ബസ്സുകൾ ഇവിടേക്ക് അനുവദിക്കും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ 100 ബസ്സുകൾ കൂടി വീണ്ടും അനുവദിക്കും എന്നും അദ്ദേഹം ഇന്നത്തെ അവലോകന യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ സംവിധാനം ഒരുക്കാനുള്ള നീക്കം അധികൃതരുടെ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് വർദ്ധിക്കുമെങ്കിലും അത് നിയന്ത്രിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മകരവിളക്കിനോട് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.